അനിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിതി. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ മസലുൽ ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ, വീടുകളുണ്ടല്ലോ. എങ്ങനെയാ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകൾ എന്നറിയുമോ? ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകളുടെ ഉപമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ മസലുൽ ഹയ്യ്, അത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള വീടാണ്, അത് നല്ല ഭവനമാണ്, നല്ല ഐശ്വര്യമുള്ള ഭവനമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ഭവനങ്ങൾ ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ അലങ്കാരപ്പെടുത്തുന്ന വീടുകളെ അല്ലാഹുവിന്റെ റസൂൽ ഉപമിച്ചത് മസലുൽ ഹയ്യ്, അതായത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള ഭവനമെന്നാണ്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ഇബാദത്തുകൾ ഭവനങ്ങളിൽ ധാരാളമായി ചെയ്യുക, ഖുർആൻ പാരായണം കൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ അലങ്കാരപ്പെടുത്തുക. ഇവിടെ പുരുഷന്മാര് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങള് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ നമസ്കരിച്ചിട്ട് മസ്ജിദുകളിലേക്ക്, പള്ളികളിലേക്ക് കടന്നു വരിക. ഇതൊക്കെ കൂലിയുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ ഐശ്വര്യമുള്ളതാക്കി തീർക്കുക. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോഴും തൂത്തുവാരുന്ന സമയത്തുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി നിങ്ങൾ ജോലികൾ ചെയ്യുക. 2 കൂലി ലഭിക്കും. ഒന്ന്, നിന്റെ ഭവനം നീ വൃത്തിയാക്കിയതിന്റെ കൂലിയും, അതുപോലെ തന്നെ എന്താണ് നീ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലിയതിന്റെ പേരിലുള്ള ആ ഒരു കൂലിയും അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. നാളെ ആഖിറത്തിലും ദുനിയാവിലും അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രണ്ടാമത്തെ ഭവനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാക്കണം.